എല്ലാവർക്കും നമസ്കാരം. പോത്തൻ സസ്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ അജ്വൈനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ക്യാരം സൈഡ് എന്ന് പറയുന്നതാണ്. അപ്പം ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇനി ഇതില്ല എങ്കിൽ ഇതിന് പകരം 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പം അജ്വൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അയമോദകം എന്ന് പറയുന്നതാണ്. അപ്പം അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിന് വേറൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ശരിയായോ എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് യോജിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് നമുക്കിങ്ങനെയൊന്ന് പിടിച്ചെടുക്കുമ്പോഴേക്കും അത് ആ ഷേപ്പ് പൊടി നല്ലൊരു ഇതുമായിട്ട് തന്നെ ഉരുണ്ട് തന്നെ ഇരിക്കും. അപ്പം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നനച്ചെടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്, ഇച്ചിരി കട്ടിക്ക് വേണം നമുക്കിത് നനച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് വെള്ളം മൊത്തത്തോടെ എടുത്തിട്ടുണ്ട്. ഇത് പോരാ, ഇത് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമുക്കൊരു 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് നല്ല മയത്തിൽ ആക്കിയെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണയും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് സമയം നമ്മളിങ്ങനെ മാവ് വെക്കുന്നുണ്ട്. അതിന് നല്ലൊരു മയം വരും. ഏത് മാവ് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് വെക്കുമ്പോഴേക്കും കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇനി നമുക്ക് പൂരിക്കൊക്കെ എടുക്കുന്ന പോലെ വളരെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഓരോന്നും ഓരോ ചെറിയ ഉരുളകളെടുത്ത് നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കനത്തിൽ വേണം, തീരെ കനം കുറച്ചാണ് പരത്തിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. റൗണ്ട് ഷേപ്പാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാനൊരു ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇപ്പം മുറിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വെച്ച് അറ്റം നന്നായിട്ടിരിക്കുന്ന, അതായത് മുറിഞ്ഞ് വരത്തക്ക വിധത്തിലുള്ള ഇത് വെച്ചിട്ട് വേണം. ഗ്ലാസ്സോ എന്തെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് മുറിച്ചാൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മുറിഞ്ഞോളും. ബാക്കി പീസ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുകൊണ്ട് ഇത് തീരെ കനക്കുറച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഇതിൽ നമുക്ക് വരയിട്ട് കൊടുക്കണം. കാരണം ഇതില്ലെങ്കിൽ പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളി വരും. അപ്പോഴേക്കും അതിനൊരു ടേസ്റ്റ് വരത്തില്ല. പൊള്ളി ഇരുന്നാൽ അപ്പം ഇത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ എല്ലാത്തിലും ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പം ഇനി ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം പരത്തി ഇതുപോലെ തന്നെ ഇതേപോലെ എല്ലാത്തിലും നല്ലപോലെ വിട്ട് വരണം. അപ്പം
കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉരുളകളും ഉരുട്ടി എല്ലാ ഉരുളകളും എടുത്ത് പരത്തി അതുപോലെ തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനെല്ലാം പരത്തി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴേ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം നന്നായിട്ട് വറുത്ത് കോരി എടുത്ത് വെക്കാം. ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പിള്ളേർക്കും വളരെ ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ക്രിസ്പിയാണ്. നല്ല പപ്പടം പൊടിയുന്ന പോലെ തന്നെ പൊട്ടിക്കിട്ടും. ഇതുപോലെ ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ മതി. അപ്പം എല്ലാവർക്കും നന്ദി.